നമസ്കാരം. എപ്പോഴും നാം കേൾക്കുന്ന ഒരു വാക്കാണ് എല്ലാ മതങ്ങളും ഒന്നുപോലാണ്, സർവ്വമത സമഭാവന, ഒരു ദൈവമാണുള്ളത്, പല വഴികളാണ് എന്നൊക്കെ പറയും. അങ്ങനെയാണോ ശരിക്കും? എല്ലാ മതങ്ങളും ഒന്നല്ല. മതം എന്ന വാക്കുകൊണ്ട് എല്ലാവരും ഒന്ന് തന്നെയാണ്. ക്രിസ്തു മതം ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഇസ്ലാം മതം ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നു, ഹിന്ദു മതം അത് വേറൊരു സംഹിത. എല്ലാ മതവും ഒന്നല്ല. സെമറ്റിക് മതങ്ങളെന്ന് പറയുന്ന മതങ്ങളുണ്ട്. അവിടെ ചോദ്യം ചെയ്യലില്ല, അന്വേഷണവുമില്ല, അനുസരണം മാത്രം. നിങ്ങൾ ക്രിസ്ത്യാനിയായാൽ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചാൽ പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും, ഒന്നുകിൽ പഴയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ദൈവപുത്രനായിട്ടുള്ള യേശു, യേശുവിൻ്റെ അപദാനങ്ങൾ അല്ലെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ബൈബിൾ, അത് പ്രകാരം മാമോദീസ മുക്കുന്ന മുതൽ അന്ത്യകൂദാശ നടത്തുന്നത് വരെ, അതായത് മരണം വരെ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടാൽ മതി. അതിന് വളരെ നിശ്ചിതമായ ചിട്ടകളുണ്ട്. മാമോദീസ മുക്കുന്നത് എന്താണ്, അത് എങ്ങനെയാണ് തുടങ്ങി ഓരോ ജീവിതഘട്ടത്തിലും കല്യാണം, പ്രീ മാരേജ് കൗൺസിലിംഗ് തുടങ്ങി മരണം വരെ എത്തി ശവക്കല്ലറ വരെ എത്തുന്ന അതിനുള്ള വളരെ കൃത്യവും നിശ്ചിതവും നിശ്ചയവുമായ ഒരു ഷെഡ്യൂളുണ്ട്. അതനുസരിച്ച് ജീവിച്ചുകൊണ്ടാകും. അല്ലാതെ ദൈവമുണ്ടോ, യേശു ഉണ്ടോ, യേശു ഉയർത്തെഴുന്നേറ്റതാണോ, യേശുവിന് മുമ്പ് ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അനുസരണ മാത്രമാണുള്ളത്. രണ്ടാമത് അതിനകത്ത് പറയുന്നൊരു വലിയ പ്രശ്നം, എല്ലാവരും പാപികളായിട്ട് ജനിക്കുന്നു. പാപം ചെയ്യാത്തവർ ആരുമില്ല. ജന്മം കൊണ്ട് തന്നെ എല്ലാവരും പാപികളാണ്. ആ പാപത്തിൽ നിന്ന് മോക്ഷം നേടാനാണ് യേശുവിലും ക്രിസ്തുവിലും ഒക്കെ വിശേഷം. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ സ്വാഭാവികം അങ്ങനെ ഒന്ന് സമീകരിക്കും. രണ്ടാമത്തെ മതം ഇസ്ലാം മതം. മുഹമ്മദ് നബി, ഒരുപാട് നബിമാർ വന്നു. അന്ത്യപ്രവാചകനായിട്ടുള്ള അവസാനം വന്ന നബിയുടെ പ്രവാചകൻ്റെ മുഹമ്മദ് നബിയാണ് അവസാനത്തെ നബി. നബി പറഞ്ഞു, ഇനി നിങ്ങൾ നബിമാരെയൊന്നും തേടണ്ട, നബിയുടെ അവസാനത്തെ നബി വന്നു കഴിഞ്ഞു, അവസാനത്തെ അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞു. ഇനി അന്ത്യപ്രവാചകൻ പറഞ്ഞു വെച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഖുറാനിലുണ്ട്, അതുപോലെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അവിടെയും ഈ സുന്നത്ത് ചെയ്യുന്ന, ചെറിയ പ്രായത്തിൽ സുന്നത്ത് ചെയ്യുന്ന പ്രായം മുതൽ ഖബറിലേക്ക് എടുക്കുന്ന സമയം വരെ വളരെ നിശ്ചിതവുമായ ഒരു ചിട്ട പറഞ്ഞിട്ടുണ്ട്. 5 നേരം നിസ്കരിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, ബാങ്ക് ആരാതിരിക്കുന്നത്, പിന്നെ ബക്രീടാതിരിക്കുന്നത്, പിന്നെ എന്താണ് അന്നദാനം കൊടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, വസ്ത്രദാന രീതി, ഭക്ഷണ രീതി, നിക്കാഹിൻ്റെ രീതി എല്ലാം അതിനകത്ത് ആ ചിട്ട അങ്ങ് ഫോളോ ചെയ്ത് പോവുക. അവിടെയും ചോദ്യം ചെയ്യലില്ല, അന്വേഷണവുമില്ല, വിഗ്രഹ ആരാധനയുമില്ല, നബിയുടെ ഫോട്ടോ ഒന്നും വെച്ചൊരിടത്ത് ഒരു ആരാധനയുമില്ല. യേശുവിൻ്റെ ആണെങ്കിൽ പിന്നും യേശുവിൻ്റെ പ്രതിമയും വിഗ്രഹമൊക്കെ വെച്ചുള്ള ആരാധനയുണ്ടെന്ന് പറയാം. ഇപ്പുറത്ത് അതുമില്ല. എന്നാൽ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു സനാതനം അങ്ങനെയല്ല. അവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന് നന്ദി, കൃതജ്ഞത, സകല കാര്യത്തിനോടും കൃതജ്ഞത. ഈ ജനിച്ചതിന്, വന്നതിന്, നിൽക്കുന്നതിന്, പോകുന്നതിന്, ഈ സൗകര്യങ്ങൾ ഒരുക്കി തന്നതിന്, ഈ പ്രകൃതിയോട്, സകല ചരാചരങ്ങളോടും കൃതജ്ഞത പറയുന്ന, നന്ദി പറയുന്ന, ഒരു കടപ്പാട് പറയുന്ന ഒരു കഥ. രണ്ടാമത്തെ ആൾ വളരെ രസകരം, സ്വാതന്ത്ര്യമാണ്. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അന്വേഷണം നടത്താം, ആത്മനിയന്ത്രണം കൊണ്ടുവരാം, ആത്മബോധത്തിലേക്ക് പോകാം, ഇഷ്ടമുള്ള ദേവതാ സമ്പ്രദായത്തിലേക്ക് പോകാം, ഈശ്വര സങ്കല്പത്തിലേക്ക് പോകാം, ദൈവത്തിൻ്റെ സങ്കല്പത്തിലേക്ക് പോകാം. അങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കണം. അതൊരു തുടർ പ്രക്രിയയാണ്, നിർത്തരുത്, അന്വേഷിക്കണം. ആ അന്വേഷണമാണ്, യാത്രയാണ്, സ്വാതന്ത്ര്യമാണ് ഹിന്ദു സമാജം, ഹിന്ദു ധർമ്മം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ധൈര്യമാണ് കൊടുക്കുന്നത്. അവിടെ ദൈവങ്ങളും ദേവതാ സമ്പ്രദായം എല്ലാം അങ്ങനെയാണ്. ഭദ്രകാളി, യുദ്ധങ്ങൾ ജയിക്കുന്നത് എല്ലാം ജയമാണ്. കീഴടങ്ങൽ എന്ന് പറഞ്ഞൊരു വാക്കില്ല, ജയിക്കൽ മാത്രമാണുള്ളത്. അപ്പം നന്ദി, സ്നേഹം, കടപ്പാട് അല്ലെങ്കിൽ കൃതജ്ഞത, സർവതന്ത്ര സ്വാതന്ത്ര്യം,
മൂന്നാമത് ഞാൻ ഈ പറഞ്ഞ വിജയം അല്ലെങ്കിൽ ജയം, നേട്ടം, ധൈര്യം, ശക്തി എല്ലാം അങ്ങനെയുള്ളൂ. ദേവതാ സമ്പ്രദായം മുഴുവൻ അങ്ങനെയാണ്. ശക്തിയുടെ ദേവത, ധൈര്യത്തിൻ്റെ ദേവത, ശൂലുള്ളത്, വെട്ടുകത്തിയുള്ളത് എല്ലാം ഉണ്ട്. മൃഗങ്ങളായാലും പക്ഷികളായാലും പരുന്തായാലും സകലമാന പക്ഷികളുമായി ബന്ധപ്പെടുത്തിയും സകലമാന ജന്തുക്കളുമായി ബന്ധപ്പെടുത്തിയും ആന, കുതിര, കാള, പശു ഇങ്ങനെ എല്ലാമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ധൈര്യ സമ്പാദനത്തിനുള്ള, വിജയത്തിനുള്ള ഒരു ത്വരയാണ് മൂന്നാമത് അതിനകത്ത് കാണിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുപോലെ ആവുന്നത് എങ്ങനെയാണ്? രണ്ടെണ്ണം സെമറ്റിക് മതമാണ്. അതിനകത്ത് ഒരു ചോദ്യം ചെയ്യാൻ വകുപ്പില്ല. ബൈബിളിനെ അഡീഷണൽ എഴുതി ചേർക്കാൻ പറ്റത്തില്ല. ബൈബിളിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഖുറാനെ ഒട്ടും പറ്റത്തില്ല. ഖുറാനെ ഒരു വരി പോലും മാറ്റാൻ പറ്റത്തില്ല, വകുപ്പില്ല. മാറ്റരുതെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഖുറാൻ കുറേ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സെമറ്റിക് മതങ്ങളും സ്വാതന്ത്ര്യമുള്ളൊരു മതവും ഒരുപോലല്ല. ഇവിടെ മതമെന്ന് പോലും പറയുന്നില്ല. കാരണം ഇതിനൊരു ചിഹ്നമില്ല. അപ്പുറത്ത് ചിഹ്നമുണ്ട്, കുരിശുണ്ട്, ചന്ദ്രക്കലയുണ്ട്. അപ്പുറത്തെ സ്ഥാപകരുണ്ട്, യേശു അല്ലെങ്കിൽ യേശുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ, യഹോവ, യേശു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇപ്പുറത്തെ നബി. ഇവിടെ ഒരു സ്ഥാപകനില്ല, കൊടിയില്ല. ഒരു കാവി കളർ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു കൊടിയൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. സ്ഥാപകരില്ല. മഹാഭാരതവും രാമായണം പോലുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും സ്ഥാപകൻ, ഹിന്ദു മതത്തിൻ്റെ ഒരു സ്ഥാപകൻ എന്ന് പറഞ്ഞൊരാളില്ല. ബുദ്ധമതത്തിന് പിന്നെ ബുദ്ധനുണ്ടല്ലോ, ശ്രീബുദ്ധനുണ്ട്. ജൈനമതത്തിന് മഹാവീരനുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു സ്ഥാപകനില്ല, ഒരു പുസ്തകമില്ല. ഒരു പുസ്തകമായിട്ടൊരു പുസ്തകമില്ല. ഒരുപാട് പുസ്തകമുണ്ട്, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ 2 ഉണ്ട്, രാമായണം, മഹാഭാരതമുണ്ട്, പിന്നെ പുരാണങ്ങളുണ്ട്, പിന്നെ 108 നമ്മുടെ ഉപനിഷത്തുകളുണ്ട്, പിന്നെ ആരണ്യങ്ങളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പുസ്തകങ്ങളുടെ പരമ്പരയാണ്. ഭാഗവതമുണ്ട്, മഹാഭാരതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, പുസ്തകങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഒരു ഗ്രന്ഥം, ഇതാണ് ഇതിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയാവുന്ന ഒരു ഗ്രന്ഥമില്ല. 100 കണക്കിന് ഗ്രന്ഥമുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. രാമായണം തന്നെ 200ഓളം, കമ്പനാരായണം, മുസ്ലിം മാപ്പിള രാമായണം എന്നൊക്കെ പറഞ്ഞ് രാമായണം തന്നെ 10-200 പേരുടെ വ്യാഖ്യാനത്തിലുള്ള രാമായണമാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ രാമായണം കിളിപ്പാട്ട് മുതൽ വ്യത്യസ്തമായ രീതിയിൽ രാമായണത്തിൻ്റെ പതിപ്പുകളുണ്ട്. മഹാഭാരതത്തിന് ഒരുപാട് പതിപ്പുകളുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, വിമർശിക്കാൻ കഴിയുന്ന, തള്ളിപ്പറയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഹിന്ദു സംവിധാനം അല്ലെങ്കിൽ ഹിന്ദു മതം. ഇതും മറ്റ് രണ്ടുമായിട്ട് വളരെ വലിയ വ്യത്യാസമുണ്ട്. യേശുവിനെ പോലെ ഒരു ദൈവത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമായി ഹിന്ദു മതത്തിൽ പറയുന്നില്ല. നബിയെപ്പോലെ ഒരാളിനെ പറയുന്നില്ല. എന്നാൽ നബിക്ക് മുകളിലുള്ള അള്ളാഹു എന്ന സങ്കല്പവും യേശുവിൻ്റെ മുകളിലുള്ള പിന്നെ ഈ പിതാവ് എന്നുള്ള സങ്കല്പം, പിതാവും പുത്രനുമാണല്ലോ, പിതാവ് എന്നുള്ള സങ്കല്പത്തിലുള്ള, ആൾമൈറ്റി എന്നുള്ള സങ്കല്പത്തിലുള്ള, അങ്ങനെ പറയുന്നതിൽ ഹിന്ദുക്കൾക്ക് വേണമെങ്കിലും ഒരു ഏക ബ്രഹ്മം എന്നൊക്കെ പറയുന്നിടത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ഒപ്പിക്കാം. അതും മൂന്ന് കാഴ്ചപ്പാടാണ്. എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത്? സകലതിലുമുണ്ട്, നിങ്ങളിലുണ്ട്, എന്നിലുണ്ട്, സകല ചരാചരങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിനെ, ആ സമീപനത്തെ അല്ലെങ്കിൽ ആ സംശയമാണ് പറയുന്നത്. അപ്പുറത്ത് അങ്ങനെയല്ല. ഒരു വ്യക്തി, യേശുദേവൻ ഒരു വ്യക്തിയാണ്, നബി തിരുമേനി ഒരു വ്യക്തിയാണ്, അതും ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അങ്ങനെ ഒരു ദൈവസങ്കല്പം ഹിന്ദുക്കളിൽ പറയുന്നില്ല. പിന്നെ ഇതെല്ലാം ഒന്നല്ലേ എന്നൊരു ചോദ്യം ആത്യന്തികമായി ഓർണമെൻ്റലായി നമുക്ക് പറയാം. ഇതെല്ലാം ഒന്നാണ്, ഒരു ശക്തിയാണ്, ഒരു എനർജിയാണ്, പല പേരിൽ നമ്മൾ പറയുന്ന ഓർണമെൻ്റലായിട്ട് പറയാം. പക്ഷേ സയൻറ്റിഫിക്കായി, ടെക്നിക്കലായി, അല്ലെങ്കിൽ നമ്മൾ ഒരു തത്വശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റേതായ വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യാസം ഞാൻ പറഞ്ഞ പോലെ, ഒന്ന് കർശനമായ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, നിയതമായിട്ടുള്ള,
നിയമപരമായിട്ടുള്ള നിശ്ചിതമായ കണിശപരമായിട്ടുള്ള ഒരു പാക്കേജാണത്. അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ച് പോവുക എന്നുള്ളതാണ്. ഇപ്പുറത്ത് അങ്ങനെയല്ല. ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വ്യാഖ്യാനങ്ങൾ എടുത്തുകൊണ്ട്, ഇഷ്ടമുള്ള ഭാവങ്ങൾ എടുത്തുകൊണ്ട്, ഇഷ്ടമുള്ള ദേവതാ സമ്പ്രദായത്തെ എടുത്തുകൊണ്ട് കുലദേവതയെ പ്രാർത്ഥിക്കാം, ദേശദേവതയെ പ്രാർത്ഥിക്കാം, അല്ലാത്ത ദേവതകളെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന സ്വാതന്ത്ര്യം, ഞാൻ പോസിറ്റീവ് സ്വാതന്ത്ര്യമാണ്, അല്ലാതെ തള്ളിക്കളയുന്ന നിഷേധ സ്വാതന്ത്ര്യമല്ല പറയുന്നത്. നിഷേധിക്കുന്നവരുമുണ്ട്, ചാർവാകന്മാരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ചാർവാകന്മാരും ദൈവനിഷേധികളെന്ന് പറഞ്ഞ് നമുക്ക് കളയാൻ പറ്റത്തില്ല. അവർ ഇതിൻ്റെ അന്വേഷകരായിരുന്നു, അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവരല്ലായിരുന്നില്ല, അന്വേഷകരായിരുന്നു. പക്ഷെ അന്വേഷിക്കുന്നത് കൂടുതലും ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിലല്ല മുമ്പോട്ട് പോയത്, ഇല്ല എന്നുള്ള കൺസെപ്റ്റിലേക്കാണ്. ബേസ് കൺസെപ്റ്റ് എന്നുള്ള ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മുന്നോട്ട് പോയവരാണ്. പക്ഷെ അവർക്കും സമ്പൂർണ്ണം നോക്കാൻ പറ്റിയില്ല. ചാർവാക സംഘത്തിനൊന്നും അത് സമ്പൂർണ്ണമാക്കാൻ പറ്റിയിട്ടില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ദുഃഖങ്ങളും സങ്കടവും പ്രയാസവും ഒരുപാട് കാര്യങ്ങളിൽ നീന്തി കുടിക്കുകയാണ്. ഈ സാഗരത്തിൽ, ഈ സംസാര സാഗരത്തിൽ മനുഷ്യനിങ്ങനെ നീന്തി തുടിക്കുമ്പോൾ അവനെ ഇതൊന്നുമില്ല, നീ ഇങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനായി നിൽക്കുന്ന ഒരു ജീവിയാണെന്ന് പറഞ്ഞൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. എല്ലാ ദുഃഖങ്ങളുടെയും പറുദീസയാണ് മനുഷ്യൻ. എല്ലാ ആശയമുണ്ടെങ്കിൽ നിരാശയുണ്ട്, സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത്യാഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, മോഹഭംഗങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് വിചാരിക്കുന്ന പോലെ നമുക്കൊരു നൂലിൽ കെട്ടിയ ഒരു വടി നൂലിൽ കെട്ടി വച്ചിരിക്കും പോലെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നതേ തെറ്റാണ്. അപ്പോൾ തിരിച്ചാണ് ഈ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യവും അതുപോലെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, പ്രകൃതിയിലെ സകല ചരാചരങ്ങളുമായിട്ടുള്ള ബന്ധം, പക്ഷികളുമായിട്ടുള്ള ബന്ധം, മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വളരെ വലിയ തോതിലാണ് ഹിന്ദു മിത്തോളജിയിൽ അല്ലെങ്കിൽ ഹിന്ദു ഐഡിയോളജിയിൽ പറയുന്നത്. അത്രയും വലിയ രൂപത്തിൽ ക്രിസ്ത്യൻ ഐഡിയോളജിയിലും ഇസ്ലാം ഐഡിയോളജിയിലും പറയുന്നില്ല. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ പൂജ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനയിൽ കൂടുതലും നദികൾ, ഗംഗ, യമുന, കാവേരി തീർത്ഥം സമർപ്പയാമി എന്നൊക്കെ പറയുന്ന വെള്ളം സമർപ്പിക്കുന്ന, ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് തിരുനാവായിൽ നടന്നത് തന്നെയാണ് ഗംഗ ആരതിയാണ്, നിള ആരതിയാണ്. ഗംഗ ആരതി ഗംഗ സമുദ്രത്തിൽ നടക്കുന്നതാണ്, അവിടെ ഗംഗാ നദിയിൽ നടക്കുന്നതാണ്. പ്രയാഗ്രാജിൽ ഗംഗ ആരതിയാണ് എന്ന് പറഞ്ഞാൽ നദിയെ വന്ദിക്കുന്നു, നദിയെ വന്ദനം, വെള്ളത്തെ ബഹുമാനിക്കുന്നു, മണ്ണിനെ ബഹുമാനിക്കുന്നു, മരം മുറിക്കുമ്പോൾ അതിനോട് അനുവാദം ചോദിക്കുന്നു, ഒരു മരം മുറിച്ചാൽ 10 മരത്തൈകൾ വച്ച് പിടിപ്പിക്കുന്നു, വൃക്ഷ ആയുർവേദം നടത്തുന്നു, വൃക്ഷപൂജ അപ്പോൾ സകലത്തിലും സകല ചരാചരങ്ങളിലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ചെടിയിലും പുഷ്പത്തിലും സകല ചരാചരങ്ങളിലും ദൈവാംശം കാണുന്ന, ഈശ്വരാംശം കാണുന്ന വേറൊരു കാഴ്ചപ്പാടാണ്. അത് നിന്നിലും എന്നിലും സകലതിലും ഉണ്ട് എന്ന് പറയുന്ന ആ അംശത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. കൂടുതലും മനനം ചെയ്താണ്, ശ്രുതികളിലൂടെയാണ്, പുസ്തകം വായിച്ചിട്ടല്ല, സ്മൃതികളിലൂടെയാണ്, ധ്യാനത്തിലൂടെയാണ്, വെറുതെ നിശബ്ദമായി ഇരുന്നു കൊണ്ടാണ്, മൗനവ്രതമെടുത്തുകൊണ്ടാണ് ഈ പ്യൂരിഫിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പുറത്ത് അങ്ങനെയൊന്നുമല്ല. അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ ബൈബിൾ വായിച്ച് ബൈബിളിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഖുറാൻ വായിക്കുക, അതിൻ്റെ ഗുണഗണങ്ങളനുസരിച്ച് ജീവിക്കുക. ഇവിടെ അങ്ങനെയല്ല ഇപ്പുറത്ത്. അപ്പോൾ ഇത് മൂന്ന് തരത്തിലാണ്. ഒന്ന്, രണ്ടെണ്ണം ഒരു പരിധിവരെ ലിമിറ്റഡാണ്, അനുസരിപ്പിക്കലാണ്, റെസ്ട്രിക്റ്റഡാണ്, കൺട്രോൾഡാണ്. ഇവിടെ സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്, അന്വേഷണമാണ്, ഒന്നിലും തൃപ്തിപ്പെടലില്ല, വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അവസാന വാക്കായിട്ട് ഒന്നിനെയും കാണണ്ട. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് ലാസ്റ്റ് സ്റ്റാൻസകളിൽ, ഞാൻ ഇത്രയും രഹസ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും താങ്കളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങേ പഠിപ്പിച്ചു, പക്ഷെ എന്നിട്ടും ശരിയെന്ന് തോന്നുന്നതിലേക്ക് പോകണം, ഒന്നിൽ ഉറച്ച് നിൽക്കണ്ട, യുക്തി ഉപയോഗിച്ച് ഏതാണ് പുതിയ ശരി എന്ന് അതിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. അപ്പം ഞാനീ പറഞ്ഞ 2 സെമിറ്റിക് മതങ്ങളും ഇപ്പുറത്തുള്ള സർവതന്ത്ര സ്വതന്ത്രമായ പ്രകൃതിയിലെ സകല ചരാചരങ്ങളോടും കൃതജ്ഞതയുള്ള, നന്ദിയുള്ള, സ്നേഹമുള്ള, റെസ്പെക്റ്റുള്ള, ഒരു പേടിയുമില്ലാത്ത ധൈര്യത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പറയുന്ന വിജയമാണ്
ആത്യന്തിക ലക്ഷ്യം കീഴടങ്ങലല്ല എന്ന് പറയുന്ന ഒരു മതസംവിധാനമോ അല്ലെങ്കിൽ ഒരു തത്വസംഹിതയും ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ സമീകരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നാണ്, നീ ഞാനും ഒന്നാണെന്നൊക്കെ പറഞ്ഞ് ഒരു സമീകരണ പ്രക്രിയ നടത്തുന്നത് സമാശ്വാസത്തിന് കൊള്ളാം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കുന്നത്. സത്യസന്ധമായി വിലയിരുത്തിയാൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ വിജയവും ഒക്കെ അനുവദിക്കുന്ന ഒരു ധർമ്മമാണ് സനാതനധർമ്മമെന്നും മനസ്സിലാകും. പക്ഷെ ആ രീതിയിൽ ആരും പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ്. അതിലും ദൈവമുണ്ട്, ഇതിലും ദൈവമുണ്ട്, അതിലും ആചാരമുണ്ട്, ഇതിലും ആചാരമുണ്ട്, അതിലും അനുഷ്ഠാനമുണ്ട്, ഇതിലും അനുഷ്ഠാനം, എങ്ങനെ പോകുന്നതിനപ്പുറം കാര്യകാരണ സഹിതം പഠിക്കുവാനുള്ളൊരു ശ്രമം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ എല്ലാം തുല്യമല്ല, വളരെ വലിയ വ്യത്യാസം ഇവ തമ്മിലുണ്ട്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, അവ വേർതിരിച്ച് അറിയുക.